അത് പെരുന്നാളാണ്. എല്ലാ വർഷവും ജൂലൈ 3-ന് നമ്മൾ ആ പെരുന്നാൾ ആഘോഷിക്കും. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഇതിൽ ഒരാളായിരുന്നു തോമസ് ലീഹ. സംശയിക്കല തോമ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതെന്താ അങ്ങനെ? ഈശോ ഉയർത്തെണീറ്റുമെന്ന് മറ്റേ ശിഷ്യന്മാർ പറഞ്ഞു. തോമസ് ലീഹ വിശ്വസിച്ചില്ല. നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ മാത്രമേ തോമസ് ലീഹ ശാഠ്യം പിടിച്ചു. ആ നിർബന്ധത്തിന് മുന്നിൽ ഈശോ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. നമ്മൾക്ക് തോമസ് ലീഹനെ കുറിച്ച് കുറെ അറിയണമോ? AD 52-ലാണ് തോമസ് ലീഹ ഇന്ത്യയിൽ വന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും അദ്ദേഹം ഈശോയെ കുറിച്ച് പ്രസംഗിച്ചു. നിരവധി പള്ളികൾ നിർമ്മിച്ചു. സ്നേഹവും വിശ്വാസവും എല്ലാവരോടും പങ്കുവച്ചു. സംശയിക്കണ തോമ എന്നല്ല, വിശ്വസിക്കണ തോമ എന്നാണ് അദ്ദേഹത്തെ വിളിക്കേണ്ടത്. ശരി, ഹാപ്പി സെന്റ് തോമസ് ഡേ.